അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടോ? രാത്രിയുടെ നിശബ്ദതയിൽ ആകാശത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളെ നോക്കി നിന്നിട്ടുണ്ടോ? ആ കാഴ്ച നമ്മളെ എത്രമാത്രം ചെറുതാക്കുന്നു, അല്ലേ? ആ നക്ഷത്രങ്ങളെയും അവയേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള ഗാലക്സികളെയും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വിശാലമായ ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഒരുവനുണ്ട്. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്ന വികാരമെന്താണ്? ഭയമെന്നല്ലേ? അതെ, നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവളർന്ന ഒരു വാക്കാണത്. അല്ലാഹുവിനെ പേടിക്കണം, നരകത്തെക്കുറിച്ച്, ശിക്ഷകളെക്കുറിച്ച്, അവന്റെ കോപത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഭയം കാരണം നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. ആ ഭയത്തിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായും നമ്മുടെ റബ്ബിനോട് നമുക്കൊരു ഭയഭക്തി വേണം. അവന്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിറയ്ക്കണം. പക്ഷേ നമ്മുടെയും അല്ലാഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധം കേവലം ഭയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണോ? ഒരു യജമാനനെയും അടിമയെയും പോലെ ശിക്ഷയെ ഭയന്ന് മാത്രം അനുസരിക്കുന്ന ഒരു ബന്ധമാണോ അല്ലാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ല സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനേക്കാളെല്ലാം ഉപരിയായ, അതിനേക്കാളെല്ലാം മനോഹരമായൊരു വികാരമാണ്. ആ വികാരം എന്താണെന്നറിയാമോ? അത് സ്നേഹമാണ്, പ്രണയമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ പേടിച്ചിട്ടാണോ സ്നേഹിക്കുന്നത്? അതോ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അനുസരിക്കുന്നത്? നിങ്ങളുടെ മക്കൾ നിങ്ങളെ പേടിച്ച് ജീവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളെ ബഹുമാനിച്ച് ജീവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏതാണ് കൂടുതൽ മനോഹരമായ ബന്ധം? ഏതാണ് കൂടുതൽ ആത്മാർത്ഥതയുള്ള ബന്ധം? അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ 70 ഉമ്മമാരേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവനാണ്. അവൻ അൽ വദൂദാണ്, അളവില്ലാതെ സ്നേഹിക്കുന്നവൻ, സ്നേഹം കൊണ്ട് പൊതിയുന്നവൻ. അങ്ങനെയുള്ള റബ്ബിനെ നമ്മൾ പേടിച്ചു മാത്രം ആരാധിച്ചാൽ മതിയോ? അവനെ സ്നേഹിച്ച് ആരാധിക്കണ്ടേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അല്ലാഹുവിനെ ഭയക്കുന്നതിലുപരി അവനെ എങ്ങനെ സ്നേഹിക്കാം? ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും? ഭയത്തിൽ നിന്നുടലെടുക്കുന്ന ഈമാനിനും സ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന ഈമാനിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ഖുർആനിലേക്ക് തന്നെ മടങ്ങാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വളർന്ന, ഒരു വേള സ്വന്തം ആളുകളുടെ മോചനത്തിനു വേണ്ടി പടപുറുതിയ, അവസാനം ചെങ്കടൽ പിളർത്തി തന്റെ ജനതയെ രക്ഷിച്ച ധീരനായ പ്രവാചകൻ. സീനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അല്ലാഹു മൂസാ നബിയോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ആകാശലോകത്ത് നിന്ന് ഒരു പ്രകാശം കണ്ടുകൊണ്ട് അവിടേക്ക് പോകുന്ന മൂസാ നബി ഒരു മരത്തിൽ നിന്ന് തീ കത്തുന്നു. പക്ഷേ ആ മരം എരിഞ്ഞു തീരുന്നില്ല. ആ അത്ഭുതകരമായ കാഴ്ചയുടെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹേ മൂസ, നിശ്ചയം ഞാനാകുന്നു നിന്റെ രക്ഷിതാവ്. അതിനാൽ നീ നിന്റെ ചെരുപ്പുകൾ അഴിച്ചുവെക്കുക. നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ആ നിമിഷം. പ്രപഞ്ചത്തിന്റെ നാഥൻ, സർവശക്തനായ അല്ലാഹു ഒരു സാധാരണ മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നു. ആ നിമിഷം മൂസാ നബിയുടെ ഹൃദയത്തിൽ ഭയമായിരുന്നോ മുന്നിട്ട് നിന്നിട്ടുണ്ടാവുക? അതെ, തീർച്ചയായും ഭയഭക്തി ഉണ്ടായിരിക്കും. പക്ഷേ അതിനേക്കാളുപരി തന്നെ തെരഞ്ഞെടുത്ത, തന്നോട് സംസാരിക്കുന്ന റബ്ബിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ആകാംക്ഷയും അത്ഭുതവുമായിരിക്കില്ലേ ആ ഹൃദയത്തെ നിറച്ചിട്ടുണ്ടാവുക? അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഹേ മൂസ, നിന്റെ വലതു കൈയിൽ എന്താണ്? തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പരിഭ്രമം മാറ്റാൻ, അദ്ദേഹവുമായി ഒരു സംഭാഷണം തുടങ്ങാൻ, ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഒരു ഉപ്പ തന്റെ മകനോട് വാത്സല്യത്തോടെ സംസാരിക്കുന്നത് പോലെ. മൂസാ നബി മറുപടി പറയുന്നു, അതെന്റെ വടിയാകുന്നു. ഞാനതിൽ ഊന്നി നിൽക്കുകയും എന്റെ ആടുകൾക്ക് ഇലകൾ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. എനിക്കതിൽ വേറെയും ഉപയോഗങ്ങളുണ്ട്. നോക്കൂ, ആ മറുപടിയിലെ സ്നേഹം. ഇതൊരു വടിയാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാമായിരുന്നു. പക്ഷേ അല്ലാഹുവിനോട് സംസാരിക്കാൻ ഒരവസരവും പാഴാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം ആ വടിയെക്കുറിച്ച് വാചാലനാകുന്നു. കാരണം ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. ഈയൊരു ബന്ധമാണ്
അല്ലാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ശിക്ഷയെ ഭയന്ന് നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന ആരാധനകളല്ല, മറിച്ച് അവനോട് സംസാരിക്കാൻ, അവനെ ഓർക്കാൻ, അവനു വേണ്ടി സമയം ചെലവഴിക്കാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളണം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അവനോട് സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം അവനോട് പറയാറുണ്ടോ? ഒരു കൂട്ടുകാരനോട് പറയുന്നത് പോലെ, നിങ്ങളുടെ ഉമ്മയോട് പറയുന്നത് പോലെ. അവനെല്ലാം അറിയുന്നവനാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അവൻ കാത്തിരിക്കുന്നു. പാതിരാത്രിയുടെ നിശബ്ദതയിൽ മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ അവനു വേണ്ടി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് കരയുമ്പോൾ ആ കണ്ണുനീരിനേക്കാൾ വിലപ്പെട്ടതായി മറ്റെന്തുണ്ട് ഈ ലോകത്ത്? അത് ഭയത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരാണോ? അല്ല, അത് സ്നേഹത്തിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും വരുന്നതാണ്. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ എന്ന തിരിച്ചറിവിൽ നിന്ന് വരുന്നതാണ്. സഹോദരങ്ങളെ, ഭയത്തിൽ നിന്ന് വരുന്ന ആരാധനയും സ്നേഹത്തിൽ നിന്ന് വരുന്ന ആരാധനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭയന്ന് ആരാധിക്കുന്നവൻ ആ ഭയമില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ആരും കാണുന്നില്ലെന്ന് തോന്നുമ്പോൾ ആ ആരാധന ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഒരു പോലീസുകാരനെ കാണുമ്പോൾ മാത്രം ഹെൽമറ്റ് വെക്കുന്നത് പോലെ. അത് നിയമത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് പിഴയെ പേടിച്ചിട്ടാണ്. എന്നാൽ സ്നേഹിച്ച് ആരാധിക്കുന്നവന്റെ കാര്യം അങ്ങനെയല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്നത് ഒരു ഭാരമല്ല, അതൊരു സന്തോഷമാണ്, അതൊരു ആശ്വാസമാണ്. അല്ലാഹുവിനോട് സംസാരിക്കാനും അവനുമായി കൂടുതൽ അടുക്കാനുമുള്ള അവസരമാണ് ഓരോ നിസ്കാരവും. പാതിരാത്രിയിൽ മറ്റുള്ളവർ സുഖമായി ഉറങ്ങുമ്പോൾ അവൻ എഴുന്നേറ്റ് തഹജ്ജദ് നിസ്കരിക്കുന്നത് നരകത്തെ പേടിച്ചിട്ട് മാത്രമല്ല, മറിച്ച് ലോകം മുഴുവൻ നിശബ്ദമാകുന്ന ആ യാമത്തിൽ തന്റെ റബ്ബുമായി തനിച്ചാകാൻ, അവനോട് മനസ്സു തുറന്ന് സംസാരിക്കാൻ, അവന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. ആ നിസ്കാരത്തിന് വല്ലാത്തൊരു മാധുര്യമുണ്ടാകും. ഖുർആൻ നോക്കൂ. അല്ലാഹു സ്നേഹിക്കുന്ന ആളുകളെക്കുറിച്ച് ഖുർആൻ ഒരുപാട് തവണ പറയുന്നുണ്ട്. നിശ്ചയം അല്ലാഹു നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ക്ഷമിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നു. വല്ലാഹു യുഹിബ്ബുസ്സാബിരീൻ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അവൻ സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിവരുത്തുന്നവരെയും അല്ലാഹു സ്നേഹിക്കുന്നു. മുസ്ലിം. ഇവിടെയൊന്നും അല്ലാഹു അവരെ ഞാൻ ശിക്ഷിക്കില്ല എന്നല്ല പറയുന്നത്, മറിച്ച് അവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. ഒരു പിതാവ് തന്റെ മകനോട് നീ നന്നായി പഠിച്ചാൽ ഞാൻ നിനക്ക് സമ്മാനം തരാം എന്ന് പറയുന്നതും നീ നന്നായി പഠിക്കുന്നത് കാണാനാണെനിക്കിഷ്ടം, അത് നിന്റെ ഭാവിക്കും നല്ലതാണെന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത്. ആദ്യത്തേതൊരു കച്ചവടമാണ്, രണ്ടാമത്തേത് സ്നേഹമാണ്. നമ്മൾ നന്മ ചെയ്യുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമാകരുത്. നമ്മൾ ക്ഷമിക്കുന്നത് ശിക്ഷയെ ഭയന്നു മാത്രമാകരുത്, മറിച്ച് എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണത് എന്ന ചിന്തയിൽ നിന്നായിരിക്കണം അത് വരേണ്ടത്. ഞാൻ നന്മ ചെയ്യുമ്പോൾ, ഞാൻ ക്ഷമിക്കുമ്പോൾ, ഞാൻ പശ്ചാത്തപിക്കുമ്പോൾ എന്റെ റബ്ബ് എന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് മാത്രം മതി നമുക്ക് പ്രചോദനമാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കൂ. അവിടത്തെ ആരാധനകൾ എത്രമാത്രമായിരുന്നു! രാത്രി നിന്ന് നിസ്കരിച്ച് അവിടത്തെ കാലിൽ നീരുവരുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മുൻപും പിൻപുമുള്ള പാപങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്? നബി തിരുമേനി നൽകിയ മറുപടി നമ്മുടെ എല്ലാം ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒന്നാണ്. അഫലാ അകൂനു അബ്ദൻ ഷകൂറാ. എന്നാൽ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ ആയിഷ? അവിടത്തെ ആരാധനയുടെ അടിസ്ഥാനം ഭയമായിരുന്നില്ല, നന്ദിയായിരുന്നു, സ്നേഹമായിരുന്നു. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നൽകിയ, തന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്ത, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി അയച്ച റബ്ബിനോടുള്ള അടങ്ങാത്ത സ്നേഹവും നന്ദിയുമായിരുന്നു അവിടത്തെ ഓരോ സുജൂദിലും ഓരോ പ്രാർത്ഥനയിലും നിറഞ്ഞു നിന്നത്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കാതെ തന്നെ അവൻ നമുക്ക് നൽകിയ കണ്ണ്, കാത്, കൈകാലുകൾ, ഓരോ നിമിഷവും മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വാസമെടുക്കുന്ന വായു, ഇതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് നന്ദി ചെയ്യുക? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു ഉടനെ നമ്മളെ ശിക്ഷിക്കുന്നില്ല. അവൻ നമുക്ക് സമയം തരുന്നു, പശ്ചാത്തപിക്കാൻ അവസരം തരുന്നു. നമ്മൾ ഒരു ചാൺ അവനിലേക്കടുത്താൽ അവൻ ഒരു മുഴം നമ്മളിലേക്കടുക്കുന്നു. നമ്മൾ നടന്നടുത്താൽ അവൻ ഓടിയെടുക്കുന്നു എന്ന് ഹദീസ് ഖുദ്സിയിൽ പറയുന്നു. ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ മടക്കം കാത്തിരിക്കുന്ന ഒരു റബ്ബിനെയാണോ നമ്മൾ ഭയത്ത് മാത്രം ജീവിക്കേണ്ടത്?
ഭയം നിങ്ങളെ തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്തേക്കാം, പക്ഷേ സ്നേഹം നിങ്ങളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഭയം ഒരു വേലിക്കെട്ട് പോലെയാണ്, സ്നേഹം ഒരു പുഴ പോലെയാണ്. അത് നന്മയുടെ പൂന്തോട്ടങ്ങളെ നനച്ചു വളർത്തും. അപ്പോൾ ചോദ്യം ഇതാണ്, അല്ലാഹുവിനോടുള്ള ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം? ഭയത്തേക്കാൾ ഉപരി സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്ഥാനം നൽകാം? ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമല്ല, ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ചില വഴികളുണ്ട്. ഒന്നാമത്തെ വഴി അല്ലാഹുവിനെ അറിയാൻ ശ്രമിക്കുക എന്നതാണ്. നമുക്കൊരാളെ സ്നേഹം തോന്നണമെങ്കിൽ ആദ്യം നമ്മൾ ആ വ്യക്തിയെ അറിയണ്ടേ? അവരുടെ സ്വഭാവം, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഗുണങ്ങൾ, ഇതൊക്കെ അറിയുമ്പോഴല്ലേ നമുക്കൊരാളോട് അടുപ്പം തോന്നുന്നത്. അതുപോലെ അല്ലാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അല്ലാഹുവിനെ അറിയണം. അവൻ ആരാണെന്ന്, അവൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഇതിനാണ് അസ്മാഉൽ ഹുസ്ന അഥവാ അല്ലാഹുവിൻ്റെ 99 മനോഹരമായ നാമങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അവൻ അർ റഹ്മാനാണ്, അർ റഹീമാണ്, കാരുണ്യവാനും കരുണാനിധിയുമാണ്. അവൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അവൻ അൽ ഗഫൂറാണ്, വീണ്ടും വീണ്ടും പൊറുക്കുന്നവൻ. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അത് പുറത്തുതരാൻ തയ്യാറായവൻ. അവൻ അൽ വഹാബാണ്, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഔദാര്യമായി നൽകുന്നവൻ. നമ്മൾ ചോദിക്കാതെ തന്നെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവൻ നമുക്ക് നൽകുന്നത്. അവൻ അസ്വബൂറാണ്, ഏറ്റവും ക്ഷമയുള്ളവൻ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അപ്പപ്പോൾ ശിക്ഷ നൽകാതെ നമുക്ക് മാറി ചിന്തിക്കാൻ വീണ്ടും വീണ്ടും അവസരം നൽകുന്നവൻ. അവൻ അൽ മുജീബാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ആരുമില്ലെന്ന് നമ്മൾ കരുതുന്ന നിമിഷങ്ങളിൽ പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും അതിനുത്തരം നൽകാനും അവൻ കൂടെയുണ്ട്. ഈ ഓരോ നാമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അവനോടുള്ള സ്നേഹം വർദ്ധിക്കാതിരിക്കുക? എൻ്റെ റബ്ബ് എത്ര നല്ലവനാണ്, എത്ര കാരുണ്യമുള്ളവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിറയും. ആ ചിന്തയിൽ നിന്ന് സ്നേഹം ജനിക്കും. രണ്ടാമത്തെ വഴി അല്ലാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. ഖുർആൻ നമ്മളോട് പലതവണ ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമാണിത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. നിങ്ങൾ രാവിലെ കാണുന്ന സൂര്യോദയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കൃത്യസമയത്ത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ, കോടാനിക്കോടി വർഷങ്ങളായി ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ആ നിയമം, അതിനു പിന്നിലൊരു മഹാശക്തിയില്ലേ? ഒരു ചെറിയ വിത്തിൽ നിന്നൊരു വലിയ മരമുണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ വിത്തിനുള്ളിലൊരു വലിയ മരത്തെ ഒളിപ്പിച്ചു വെച്ചവൻ ആരാണ്? അതിനുവേണ്ട വെള്ളവും വെളിച്ചവും നൽകി അതിനെ വളർത്തുന്നവനാരാണ്? നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് കോശങ്ങൾ, ഓരോന്നും അവയുടെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ദഹനം, ഈ അത്ഭുതകരമായ സംവിധാനം ഒരുക്കിയതാരാണ്? ഈ ഓരോ സൃഷ്ടിയുടെ പിന്നിലും അല്ലാഹുവിൻ്റെ കയ്യൊപ്പുണ്ട്. അവൻ്റെ സ്നേഹത്തിൻ്റെ, അവൻ്റെ കഴിവിൻ്റെ, അവൻ്റെ ജ്ഞാനത്തിൻ്റെ അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ റബ്ബിനോടുള്ള സ്നേഹവും അത്ഭുതവും നമ്മുടെ മനസ്സിൽ നിറയും. റബ്ബേ, നീ എത്ര വലിയവനാണ്, നീ എത്ര മനോഹരമായാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞുപോകും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഖുർആൻ എന്നത് നിയമങ്ങളുടെയും വിധികളുടെയും ഒരു പുസ്തകം മാത്രമല്ല, അത് അല്ലാഹു നമുക്കയച്ച ഒരു പ്രണയലേഖനമാണ്. അവൻ നമ്മളോട് സംസാരിക്കുകയാണ്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമുക്ക് പ്രതീക്ഷ നൽകുന്നു, നമ്മളെ നേർവഴിക്ക് നയിക്കുന്നു. അറിയുക, അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ ഹൃദയങ്ങൾ ശാന്തമാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി വരുമ്പോൾ, ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, ഖുർആനിലൊരു താള് മറിച്ചു നോക്കൂ. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു ആയത്തവിടെ നിങ്ങൾ കണ്ടെത്തും. നിശ്ചയം ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നിങ്ങളൊരു തെറ്റ് ചെയ്ത് കുറ്റബോധം കൊണ്ട് നീറുമ്പോൾ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്, നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു എന്ന ആയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകും.
ഖുർആനുമായി നമ്മളൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലെ തുരുമ്പുകളെ നീക്കം ചെയ്യും. അത് നമ്മുടെ ഈമാനിന് തിളക്കം നൽകും. അല്ലാഹു നമ്മളോട് എത്രമാത്രം അടുത്താണ്, അവൻ നമ്മളെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ആ തിരിച്ചറിവിൽ നിന്ന് അവനോടുള്ള സ്നേഹത്തിന്റെ ഒരു പുതിയ ലോകം നമുക്ക് മുന്നിൽ തുറന്നുകിട്ടും. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സ്നേഹിക്കാനുള്ള ഈ വഴികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ഈമാനിന് പുതിയൊരർത്ഥം കൈവരും. നമ്മുടെ ആരാധനകൾക്ക് പുതിയൊരു ജീവൻ ലഭിക്കും. നിങ്ങൾ സുജൂദിൽ കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോൾ അത് വെറുമൊരു വാക്കായിരിക്കില്ല. എന്റെ അത്യുന്നതനായ റബ്ബ് എത്ര പരിശുദ്ധൻ എന്ന് നിങ്ങളുടെ ഹൃദയം മന്ത്രിക്കും. ആ സുജൂദിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ തോന്നില്ല. കാരണം ഒരടിമ അല്ലാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാണ്. ആ സാമീപ്യത്തിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ദിക്ർ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഓടിയെത്തും. ആ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയും. നിങ്ങളൊരു പാവപ്പെട്ടവന് ദാനം ചെയ്യുമ്പോൾ ഇത് എന്റെ റബ്ബ് സ്നേഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന ചിന്തയിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ആ പാവപ്പെട്ടവന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾ കാണാൻ തുടങ്ങും. ഭയത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള ഈ മാറ്റം അത് നിങ്ങളെ അല്ലാഹുവുമായി കൂടുതൽ അടുപ്പിക്കും. ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളെ കൈപിടിച്ച് നടത്താൻ 70 ഉമ്മമാരേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്കെറിയുന്ന ആ രംഗം, ചുറ്റുമാളിക്കത്തുന്ന തീ. ഭയപ്പെടാൻ ഇതിനേക്കാൾ വലിയൊരു സാഹചര്യമുണ്ടോ? പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം ശാന്തമായിരുന്നു. കാരണം ആ ഹൃദയം മുഴുവൻ അല്ലാഹുവിനോടുള്ള സ്നേഹവും അവനിലുള്ള പ്രതീക്ഷയുമായിരുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കെന്റെ അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണവൻ. ആ വാക്കുകൾ സ്നേഹത്തിൽ നിന്നും ഉറച്ച വിശ്വാസത്തിൽ നിന്നും വന്നതായിരുന്നു. അതിന്റെ ഫലമെന്തായിരുന്നു? അല്ലാഹു ആ തീയിനോട് കൽപ്പിച്ചു, ഹേ തീയേ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമാവുക. അതേ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം നിറയുമ്പോൾ ഈ ലോകത്തിലെ ഏത് തീയും നമുക്ക് തണുപ്പും സമാധാനവുമായി മാറും. ഏത് പ്രതിസന്ധിയും നമുക്കൊരു പുഷ്പം പോലെ തരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബിനെ സ്നേഹിച്ചു തുടങ്ങാം. അവനെ ഭയന്നുകൊണ്ടല്ല, അവനെ പ്രണയിച്ചുകൊണ്ട് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇതെന്റെ റബ്ബ് ഇഷ്ടപ്പെടുമോ എന്ന ചിന്തയാൽ മനോഹരമാക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നിരാശരാകാതെ അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ അവൻ കാത്തിരിക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് കൈകളുയർത്താം. അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയാമോ? അത് സ്വർഗ്ഗമാണ്. പക്ഷേ ആ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരിക്കും? അത് അല്ലാഹുവിന്റെ തിരുമുഖം ദർശിക്കലാണ്, അവനെ നേരിൽ കാണലാണ്. ഈ ദുനിയാവിൽ വെച്ച് അവനെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു ഹൃദയത്തിന് മാത്രം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യമാണത്. ആ ഒരു ഭാഗ്യത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയക്കുന്നതിലുപരി അവനെ സ്നേഹിക്കുക. കാരണം ഭയം ഒരു നാൾ ഇല്ലാതായേക്കാം, പക്ഷേ സ്നേഹം അത് അനശ്വരമാണ്. ഭയം നമ്മളെ പിന്നോട്ട് വലിക്കും, സ്നേഹം നമ്മുടെ മുന്നോട്ട് നയിക്കും. ഭയം ഒരു തടവറയാണ്, സ്നേഹം ഒരു മോചനമാണ്. നമ്മുടെ ഹൃദയമാകുന്ന പാത്രത്തിൽ ഭയത്തേക്കാളുപരി സ്നേഹം നിറയ്ക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം പ്രകാശപൂർണമാകട്ടെ. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ചലനമെങ്കിലും സൃഷ്ടിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാനായി ഷെയർ ചെയ്യുക. അല്ലാഹു നമ്മയെല്ലാം അവനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.